So, very good afternoon to all of you. Good evening to all of you. അപ്പോൾ ഇന്ന് ആക്ച്വലി ഐ come here specifically to congratulate this entire team. ഇതൊരു ഔട്ട്സ്റ്റാൻഡിങ് വർക്കാണ്. നമ്മൾ ഐ തിങ്ക് പ്രോബ്ലി ഫോർ സുദർശൻ ആൻഡ് മീ നമ്മുടെ കരിയറിൽ തന്നെ ഇങ്ങനത്തെ ഒരു വ്യക്തിയെ കണ്ടിട്ടില്ല, അങ്ങനെ ഒരു അറസ്റ്റും നമ്മൾ കേൾവിപ്പെട്ടിട്ടില്ല. സോ ഇത് അലക്സിജ് ബെസിയാക്കോ എന്നാണ് പേര്. ALEKSAG BESCIOKOV. സോ പുള്ളി ഒരു ലിത്വാനിയൻ സിറ്റിസൺ ആണ്, ഒരു IT പ്രൊഫഷണലും കൂടിയാണ്. 11th മാർച്ചാണ് നമ്മൾ വൈകിട്ട് 4 മണിക്ക് അറസ്റ്റ് ചെയ്യുന്നത്. ഇൻഫാക്ട് 9th മാർച്ച് ട്രിവാൻഡ്രം റൂറൽ ഡിസ്ട്രിക്ട് SP ഓഫീസിലേക്ക് ADGP ക്രൈം ബ്രാഞ്ച് ഓഫീസിൽ നിന്ന് CBIയുടെ ഈ ഒരു എക്സ്ട്രഡിഷൻ വാറന്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻഫർമേഷൻ കിട്ടിയായിരുന്നു. അതനുസരിച്ച് SP സുദർശൻ ഒരു സ്പെഷ്യൽ ടീം, നമ്മുടെ ACP വർക്കല ഉണ്ട് ഗോപകുമാർ, അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഒരു സ്പെഷ്യൽ ടീം ഫോം ചെയ്തു. അവരിത് കണ്ടിന്യൂസ്ലി മോണിറ്റർ ചെയ്യായിരുന്നു രണ്ടുപേരും. ഈ ഒരു പ്രതിനെ കിട്ടണം, ഡെയിലി ബേസിസിൽ ഇൻഫർമേഷൻ എടുക്കണം എന്ന് പറഞ്ഞിട്ട്. അപ്പൊ നമുക്ക് അതിനകത്ത് കിട്ടിയ അഡ്രസ്സ് പഴയ അഡ്രസ്സായിരുന്നു. അതിനകത്ത് കുറെ മാറ്റങ്ങൾ ഇപ്പൊ വന്നിട്ടുണ്ട്. വാർഡ് 4th വാർഡിനാണ് അത് പറയുന്നത്. ഇപ്പൊ ആക്ച്വലി അത് 29th വാർഡിലാണ് ഈ അഡ്രസ് ലൊക്കേറ്റഡ് ആയിരുന്നത്. അപ്പൊ ഇവര് 2-3 ഡേയ്സ് ആയിട്ട് കണ്ടിന്യൂസ്ലി രാവിലും വൈകിട്ടും പോയി സെർച്ച് ചെയ്താണ് ഇവർക്ക് പിന്നീട് ഈ പ്രതിനെ കണ്ടെത്താൻ കഴിഞ്ഞതും അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞതും. അപ്പൊ ഈ ടീമിനകത്ത് അഫ്കോഴ്സ് നമ്മുടെ DYSP വർക്കല ഗോപകുമാറുണ്ട്, SHO വർക്കല ഉണ്ട്, BV ദിപിൻ, ആൻഡ് CPO രാകേഷ് R നായർ ഉണ്ട്, CPO ജോജിൻ രാജ് ഉണ്ട്, ആൻഡ് ഡ്രൈവർ CPO സുജിത് D ഉണ്ട്. അപ്പോൾ ആദ്യം ലൊക്കേറ്റ് ചെയ്യുന്നത് നമ്മുടെ ജോജിൻ രാജ് ആണ്. ഇദ്ദേഹം ടൂറിസം വിംഗിലുള്ള CPO ആണ്. അപ്പൊ ഇദ്ദേഹം ഈ റെഗുലർ ചെക്കിംഗ് ചെയ്തിട്ട് ഇത് വീടാണോ എന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ട് ഒരു വീട്ടിൽ പോയിട്ട് നോക്ക് ചെയ്തപ്പോഴത്തേക്കും പുള്ളി തന്നെ വന്ന് ഡോർ ഓപ്പൺ ചെയ്തു. പുള്ളി ബാഗൊക്കെ പാക്ക് ചെയ്ത് നിൽക്കുകയായിരുന്നു. ബിക്കോസ് അന്ന് വൈകിട്ടായിരുന്നു പുള്ളിയുടെ റിട്ടേൺ. അപ്പൊ പുള്ളി ചോദിച്ചു, പോലീസിനെ കണ്ടപ്പോഴത്തേക്കും പോലീസിന് മനസ്സിലായി. അപ്പൊ പുള്ളി ഒരു കുറച്ച് പൈസ എടുത്ത് ഓഫർ ചെയ്തു, നമ്മുടെ ജോജിൻ രാജിനടുത്ത് ഓഫർ ചെയ്തു. അപ്പൊ ഒരു കട്ട് പൈസ ഉണ്ടായിരുന്നു, 500 രൂപയുടെ ഒരു കട്ട്. പിന്നെ പുള്ളി പറഞ്ഞു 1 സെക്കൻഡ് ഞാനിപ്പോ ജസ്റ്റ് ചോദിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞിട്ട് പുള്ളി പുറത്ത് വന്നിട്ട് ഇൻസ്പെക്ടറെയും ടീമിയും ഉടനെ വിളിച്ചു. ഇവരെല്ലാരും വന്നു. ഉടനെ തന്നെ ഈ അലക്സേജിനെ അവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് കോടതിയിൽ പ്രൊഡ്യൂസ് ചെയ്തു. സബ് ജയിൽ ട്രിവാൻഡ്രത്തിലെ റിമാൻഡിലായിരുന്നു. സോ ഇത് ബേസിക്കലി ഈ പുള്ളിയുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് പറയാം. അപ്പൊ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ US-ലെ ഡിസ്ട്രിക്ട് കോർട്ട് ഓഫ് ഈസ്റ്റേൺ ഡിസ്ട്രിക്ട് ഓഫ് വെർജീനിയയിൽ ഒരു ക്രൈം കേസ് ഉണ്ട്. 125 CR 39 ആണ്. അപ്പൊ പുള്ളിക്കെതിരെയുള്ള ചാർജസ് എന്താണെന്ന് നോക്കിയാൽ മണി ലോണ്ടറിംഗ്, കോൺസ്പിറസി ടു ഓപ്പറേറ്റ് അൺലൈസൻസ്ഡ് ബിസിനസ്. സോ ഈ പുള്ളിക്ക് സ്വന്തമായിട്ട് ഒരു ക്രിപ്റ്റോ കറൻസി എക്സ്ചേഞ്ച് ഉണ്ട്. അതിന്റെ പേര് ഗ്യാരന്റെക്സ് എന്നാണ്. അപ്പൊ ഈ ഗ്യാരന്റെക്സിനകത്ത് നമുക്ക് US-ൽ നോക്കിയാൽ ഈ ബിറ്റ്കോയിൻ എക്സ്ചേഞ്ച് വഴി ഇലീഗൽ ബിസിനസ്സിൽ ഉള്ള സമ്പത്തിനെ ഈ ബിറ്റ്കോയിൻസിനകത്ത് ഇടുന്നത് ബാൻഡാണ്, ബാൻഡ്. സോ അപ്പൊ ആ ഒരു ഈ ഗ്യാരന്റെക്സ് എന്ന് പറയുന്ന ക്രിപ്റ്റോ കറൻസി എക്സ്ചേഞ്ചിനകത്ത് പുള്ളി റാൻസം വെയർ അറ്റാക്സ് ചെയ്യും. അതിൽ നിന്ന് വരുന്ന വരുമാനം, നാർക്കോട്ടിക് ഡീൽസിൽ നിന്ന് വരുന്ന വരുമാനം, ഈവൻ OSEM ചൈൽഡ് സെക്ഷൽ അബ്യൂസ് മെറ്റീരിയൽ ഇത് ഷെയർ ചെയ്യുന്നതിൽ വരുന്ന വരുമാനം, ഈ വരുമാനമൊക്കെ ഹാക്കൊക്കെ കുറെ വലിയ കോർപ്പറേറ്റ്സിനെ ഹാക്ക് ചെയ്തിട്ടുണ്ട്. യൂറോപ്പിലും നോർത്ത് അമേരിക്കൻ കൺട്രീസിലും ഓസ്ട്രേലിയയിലും വരെ. അപ്പൊ ഇതുവരെ ഈ ഗ്യാരന്റെക്സില് ഈ തട്ടിപ്പൊക്കെ നടത്തി ലോസ് ആയിട്ടുള്ളത് റെക്കോർഡ്സ് പ്രകാരം ഓൾമോസ്റ്റ് 1,263 crores വർത്ത് മണിയാണ് ഈ പുള്ളിയുടെ ഈ ഗ്യാരന്റെക്സ് ക്രിപ്റ്റോ കറൻസിനകത്തുള്ളത്. ആൻഡ് 146 million US dollars ആണ്. അപ്പൊ ഇത് 2020-ൽ നിന്ന് ഇപ്പൊ ഇതുവരെ കണ്ടിന്യൂസ്ലി ഈ തട്ടിപ്പ് നടത്തിയായിരുന്നു. ഇപ്പൊ ഈവൻ ലാസ്റ്റ് 2024 വരെ ഒരു പർട്ടിക്കുലർ ഇൻസിഡന്റിൽ ഈ പുള്ളി ഇൻവോൾവ് ആയിട്ടുണ്ട്. സോ സച്ച് എ ഹൈ പ്രൊഫൈൽ ക്രിമിനൽ. ഓൾ ഐ ഹാവ് ടു സേ ഇസ് ദാറ്റ് our police officers did an amazing job, and I would like to congratulate each one of them. In fact, DG സാറും ADG LNO സാറും IG സാറും എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിരുന്നു. ഇങ്ങനെ ഒരു നല്ലൊരു ക്യാച്ച് CBI നമുക്ക് ഇൻഫർമേഷൻ കൊടുത്ത് ലഭിച്ചത് കൊണ്ടാണ് നമുക്കിത് ചെയ്യാൻ കഴിഞ്ഞത്. ബട്ട് ആസ് എ ടീം ദാറ്റ് വി വർ ഏബിൾ ടു ഡു ഇറ്റ് ഇസ് എ വെരി ഗുഡ് തിങ്. സോ സ്ഥിരമായി വർക്കല വരാറുണ്ട്. കഴിഞ്ഞ 5 വർഷത്തില് പുള്ളി 1-2 മാസം ഇവിടെ ഒന്ന് സ്റ്റേ ചെയ്യാറുണ്ട്.
ഇപ്പോഴും ഫെബ്രുവരി 11th ആണ് ഇങ്ങോട്ട് വന്നത്. അപ്പൊ അന്നായിരുന്നു തിരിച്ചു പോകാൻ വേണ്ടി പുള്ളി തയ്യാറെടുത്തത്.